ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വേപ്പിലയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനാണ്. വേപ്പില നമുക്ക് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഷോപ്പിലെ വേപ്പിലാണ് കേട്ടോ. ഞാനിപ്പോൾ അത് ഇന്ന് അത്യാവശ്യം കടയിൽ പച്ചക്കറി മറ്റേ ചിക്കനും ബീഫിനൊക്കെ ഒന്ന് അത്യാവശ്യം പോണതിൻ്റെ പേരിൽ ഞാൻ പോയി വാങ്ങി വെച്ച വേപ്പിലാണ് കേട്ടോ. അപ്പം അത് ശരിക്കും ഇത് വാടാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ട് ഇത് ഇങ്ങനെ ഊരിയിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ അടച്ച് വെച്ചാൽ കുറേ ദിവസം ഒരു 2-3 ആഴ്ച ഇതിരുന്നോളും. അത് കൂടാതെ ഈ തണ്ടോട് കൂടിയാണെങ്കിലും നമുക്ക് നല്ലൊരു കവറിൽ ഈ കവറിൽ നമ്മൾക്ക് ഇത് നല്ല രീതിയിൽ സിബ് ഉള്ളതാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം അല്ലെങ്കിൽ ഇത് കെട്ടി വെച്ചാൽ മതി. ഒട്ടും എയറില്ലാണ്ട് ഇതിൻ്റെ ഉള്ളിലാക്കി നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടും കേടാവില്ല. ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കണം കേട്ടോ. അല്ല ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ കൊടുക്കണത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഊരിയിട്ട് ഇങ്ങനെ തണ്ടുകൾ ഇങ്ങനെ ഒടിച്ചിട്ട് ഞാൻ ഇങ്ങനെ കവറിലാക്കും. ഇതിങ്ങനെ കവറിലാക്കിയിട്ട് പാക്ക് ചെയ്തിട്ടാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കണം. കാരണം നമ്മൾ ഇത് പൈസ കൊടുത്ത് മേടിക്കുന്നതാണെങ്കിൽ കൊടുക്കുന്നവനിക്കൊരു ഉപകാരപ്പെടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ നല്ല വൃത്തിയായിട്ടാണ് ഇത് അവർക്ക് കൊടുക്കും. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല വേപ്പിലയാണ്, നല്ല ഇളയ വേപ്പിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ ഇത് നന്നായി കഴുകിങ്ങായിട്ടും നമുക്ക് ഈ വേപ്പിലിനെ ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെച്ച് 1-2 ദിവസമൊക്കെ കഴിഞ്ഞങ്ങായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കറുമുറാന്നിരിക്കും, നമ്മുടെ മുളകൊക്കെ ഉണങ്ങിയ പോലെ ഇരിക്കും. അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചിട്ട് ടിന്നിലിട്ട് വെച്ചാൽ ഒരു നുള്ളെടുത്തിട്ട് നമ്മുടെ കറികളിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ എൻ്റെ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും എൻ്റെ അറിവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന രീതികളാണ് കേട്ടോ, പ്രോസസ്സിങ് ആണ് കേട്ടോ ഞാൻ ചെയ്യണം. കാരണം ഒരു വേപ്പിലക്കൊക്കെ നല്ല സ്മെല്ലാണല്ലോ കറികളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പം വേപ്പില എങ്ങനെ നന്നായിട്ട് നമുക്ക് എപ്പോഴും ഈ സാധനം നമ്മളെ വീട്ടിലുണ്ടാവണമെന്നില്ല, പല ആൾക്കാർക്കും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇങ്ങനെ വേപ്പില വാങ്ങി സൂക്ഷിച്ചാൽ പൊടിയായിട്ടും ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ നമുക്കിത് പാക്ക് ചെയ്ത് പോളിത്തീൻ കവറിൽ ആക്കി പാക്ക് ചെയ്യുക. പ്ലാസ്റ്റിക് ബോട്ടിലായിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എപ്പോഴും വേപ്പിലയുടെ ഒരു രുചിയോട് കൂടി നമ്മുടെ കറികളെല്ലാവരും നല്ല രീതിയിൽ നമുക്ക് ടേസ്റ്റോട് കൂടി തന്നെയല്ല, കറികളുടെ ടേസ്റ്റ് മാത്രമല്ല മെയിനായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേപ്പിലയുടെ ഗുണം മുടിക്കൊക്കെ ഭയങ്കര ഡാർക്ക്നെസ്സും വളരാനും ഏറ്റവും നല്ലതാണ്. വേപ്പില ഇട്ടിട്ട് വെള്ളം കുടിക്കണതും നല്ല ചവച്ചരച്ച് കഴിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇതിങ്ങനത്തെ ഒരു തണ്ടെടുത്തിട്ട് ചവച്ചരച്ച് കഴിക്കുന്ന എൻ്റെ അറിവിലുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ അവരുടെ ആരോഗ്യത്തിനും കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് ഈ സാധനം എന്ന് പറഞ്ഞാണ് അവരൊക്കെ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ വലിയ ഇതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കും വേണമെങ്കിൽ ഇതിൻ്റെ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് കുടിക്കുന്നത് നല്ലതാണ്. വേപ്പില പരമാവധി യൂസ് ചെയ്യുക, കഴിച്ച് നോക്കുക, മുടിയൊക്കെ നന്നായിട്ട് വളരും. അപ്പോൾ ഓക്കെ.